തമിഴിലെ ഇപ്പോഴത്തെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ആക്ടറാണ് എസ് ജെ സൂര്യ. അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ ഇപ്പോൾ വളരെ സെലിബ്രേറ്റ് ചെയ്യപ്പെടാറുണ്ട്. പക്ഷേ ഒരു ടൈമിൽ ഇദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങിനെ വളരെ ഓവർ ആക്ടിങ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും കണ്ടിരുന്നത്. അദ്ദേഹം ചെയ്തിരുന്ന സിനിമകളായ വാലി, ന്യൂവിൽ അദ്ദേഹം തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഖുഷി അതുപോലുള്ള വലിയ ഹിറ്റുകൾ കൊടുത്ത് അതിനുശേഷം കുറച്ച് ഫ്ലോപ്പുകളൊക്കെ ചെയ്ത് കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു ഗ്യാപ്പ് എടുത്ത് 2015 ലിസൈ എന്ന് പറയുന്നൊരു സിനിമ ചെയ്തു. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും മ്യൂസിക് ചെയ്തിരിക്കുന്നതും കമ്പോസും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നതും മിക്ക കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് എസ് ജെ സൂര്യയാണ്. അഭിനയിച്ചിരിക്കുന്നത് പുള്ളി തന്നെയാണ്. ഇതിൻ്റെ പ്ലോട്ടെന്ന് പറയുന്നത് ഒരു വലിയൊരു മ്യൂസിക് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ തന്നേക്കാൾ മുകളിൽ കയറി പോകുന്നു എന്ന് തോന്നുമ്പോൾ ഈ മ്യൂസിക് ഡയറക്ടർക്കുണ്ടാകുന്ന ഈഗോ, അതിനുശേഷം ഇയാൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും അതിനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്നൊരു സിനിമയാണ് ഇത്. 2015 ഇറങ്ങിയാണ്. ആ ടൈമിൽ ഞാൻ ഇതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കാണണമെന്ന് തോന്നിയാണ്. പിന്നെ അത് ഇതൊരു ഫ്ലോപ്പാണ്, വലിയ രസമില്ല എന്നുള്ള രീതിയിൽ ഞാൻ ആ ടൈം മുതലേ കേൾക്കുന്നതുകൊണ്ട് ഞാനത് മൈൻഡ് ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷേ ഇന്നലെയാണ് ഈ മനസ്സിലായത് 8 കോടി ബഡ്ജറ്റിൽ 25 കോടിയാണ് ഇത് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇത് വലിയ പറയപ്പെടാത്തതിന് കാര്യം ഇതിൻ്റെ ക്ലൈമാക്സ് എല്ലാവർക്കും ദഹിക്കണമെന്നില്ല. അതുകൊണ്ടായിരിക്കാം ഇതൊരു പറയപ്പെടാത്തതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഒരു സൂപ്പർ ക്ലൈമാക്സാണ്. കാരണം വേറൊരു 3 മണിക്കൂർ ഇതിൻ്റെ ഡ്യൂറേഷനുണ്ട്. അതിൽ ഒരു ഏകദേശം പോകുമ്പോഴും ആദ്യമെല്ലാം കുറച്ച് നല്ലതായിട്ട് പോയി, ഒരു 3/4 ഭാഗം കഴിയുമ്പോഴും ഓക്കെ, അവസാനമായപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇത് നോർമൽ ഒരു ഇതിൽ പോകുമെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഒരു അൺഎക്സ്പെക്റ്റഡായിട്ട് വേറൊരു സംഭവം കയറി വന്നു. അങ്ങനെ കുറേയും കൂടി ഞാൻ പ്രതീക്ഷിച്ചതിനപ്പുറം എനിക്ക് കിട്ടിയൊരു സിനിമയാണ് ഈ ഇസൈ എന്ന് പറയുന്നത്. ഇത് റിയൽ ലൈഫ് ക്യാരക്ടർ, ഇളയരാജയുടെ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്താണെന്നൊക്കെ ഒരു പറച്ചിൽ വരുന്നുണ്ട്. അതുപോലെ എ ആർ റഹ്മാൻ ഈ ഒരു ഇതിനെ ബേസ് ചെയ്താണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും അല്ല. ഇതിൻ്റെ സിനിമ എന്ന് പറയുന്നത് ഒരു ലാർജർ ദാൻ ലൈഫ് സിനിമയായിട്ട് തന്നെയാണ്. ഒരു ഓവർ ആക്ടിങ് ആവശ്യമുള്ളൊരു സിനിമയാണ്. പുള്ളിയുടെ ആക്ടിങ് ആ ഒരു മൂഡിൽ ആണ് പോകുന്നത്. ഇത് ഒരു എക്സ്പെരിമെൻ്റൽ മൂവി എന്നൊരു കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. എക്സ്പെരിമെൻ്റൽ മൂവീസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. ഇങ്ങനത്തെ സിനിമകൾ കാണാൻ ഇഷ്ടമുള്ളവർക്കൊന്ന് കണ്ടു നോക്കാം. കണ്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യും.